പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജന്മനക്ഷത്രത്തിനനുസരിച്ചുള്ള രാശിഫലങ്ങൾ ഇതാ. മേടം രാശി. ജന്മദിനം മാർച്ച് 22 മുതൽ ഏപ്രിൽ 20 വരെയുള്ളവർക്ക്. മേടം രാശിക്കാരെ, പൊതുവെ വളരെ ശോഭനമായ ഒരു വാരമാണിത്. നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഉത്തമമായ കാലമാണ്. അതിനാൽ ഒരു കാര്യവും നാളത്തേക്ക് വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. സാമ്പത്തികമായി നല്ല നേട്ടങ്ങളും ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു ഉല്ലാസയാത്രയ്ക്കുള്ള യോഗവും തെളിഞ്ഞു കാണുന്നു. ഇടവം രാശി. ജന്മദിനം ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെയുള്ളവർക്ക്. ഇടവം രാശിക്കാരെ, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമുണ്ടാകാനുള്ള സാധ്യതകൾ ഈ ആഴ്ചയിൽ തെളിഞ്ഞുവരുന്നുണ്ട്. നിങ്ങളുടെ വരുമാനം മെച്ചപ്പെടും. പ്രവർത്തന രംഗത്തും നിങ്ങൾക്ക് ഗുണകരമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഹരി വിപണിയിലെ ഇടപാടുകൾ ഈ സമയത്ത് ലാഭകരമായി തീരും. വാഹനം, വസ്ത്രം എന്നിവയുടെ ക്രയവിക്രയം നടത്തുന്നവർക്ക് കൂടുതൽ നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമായി മുന്നോട്ടു പോകും. മിഥുനം രാശി. ജന്മദിനം മെയ് 22 മുതൽ ജൂൺ 21 വരെയുള്ളവർക്ക്. മിഥുനം രാശിക്കാരെ, ഉന്നത സ്ഥാനങ്ങളിലുള്ള വ്യക്തികളെക്കൊണ്ട് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ചില നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നുമുള്ള അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കർമ്മരംഗത്തും വളരെ ഗുണകരമായ മാറ്റങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വളർത്തുമൃഗങ്ങളെയും മറ്റും സ്വന്തമാക്കാൻ യോഗം കാണുന്നു. യാത്രകൾ ഈ ആഴ്ച നിങ്ങൾക്ക് ഗുണകരമായി തീരും. കർക്കടകം രാശി. ജന്മദിനം ജൂൺ 22 മുതൽ ജൂലൈ 23 വരെയുള്ളവർക്ക്. കർക്കടക രാശിക്കാരെ, നിങ്ങളുടെ പഠനത്തിനനുസരിച്ചുള്ള ഒരു നല്ല ഉദ്യോഗം ഈ ആഴ്ചയിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാര സ്ഥാനങ്ങൾ ലഭിക്കാൻ യോഗം കാണുന്നു. പൊതുവെ ഈശ്വരാധീനം നിറഞ്ഞ ഒരു കാലഘട്ടമാണിത്. വരുമാനം തൃപ്തികരമായി തുടരും. വിവാഹ സംബന്ധമായ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടയുണ്ട്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ആരോഗ്യസ്ഥിതിയിൽ നല്ല പുരോഗതിയുണ്ടാകും. ചിങ്ങം രാശി. ജന്മദിനം ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 23 വരെയുള്ളവർക്ക്. ചിങ്ങം രാശിക്കാരെ, ഉന്നത വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങൾ ഈ ആഴ്ചയിൽ നിങ്ങൾക്കുണ്ടാകാം. ചെറിയ യാത്രകൾക്കും സാധ്യത തെളിഞ്ഞു കാണുന്നു. എന്നാൽ പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഈ സമയത്ത് സാധിക്കും. എതിരാളികളിൽ നിന്നും ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരാം. അതിനാൽ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുന്നത് ഉത്തമമായിരിക്കും. കന്നിരാശി. ജന്മദിനം ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ളവർക്ക്. കന്നിരാശിക്കാരെ, ദീർഘകാലമായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില പ്രധാന കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ഏറ്റെടുക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം ഒരു ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാൻ യോഗം കാണുന്നു. അവിവാഹിതരായവരുടെ വിവാഹക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാനും നിശ്ചയിക്കാനും സാധ്യതയുണ്ട്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഈ സമയം അനുകൂലമാണ്. എന്നാൽ പല കാര്യങ്ങൾക്കും ചില പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരാം. മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് അപവാദങ്ങളും ആരോപണങ്ങളും കേൾക്കാതെയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുലാം രാശി. ജന്മദിനം സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 23 വരെയുള്ളവർക്ക്. തുലാം രാശിക്കാരെ, നിങ്ങളുടെ മൂത്ത സഹോദരനെക്കൊണ്ട് ചില നേട്ടങ്ങൾ ഈ ആഴ്ചയിലുണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ ഈ സമയം അനുകൂലമാണ്. സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത തെളിഞ്ഞു കാണുന്നു. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. നിങ്ങളുടെ ശത്രുക്കൾ കൂടുതൽ ശക്തരാകാൻ സാധ്യതയുണ്ട്. തീർത്ഥയാത്രകൾ നടത്തുന്നത് ഈ ദോഷങ്ങൾക്കൊരു പരിഹാരമാണ്. പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വൃശ്ചികം രാശി. ജന്മദിനം ഒക്ടോബർ 24 മുതൽ നവംബർ 22 വരെയുള്ളവർക്ക്. വൃശ്ചികം രാശിക്കാരെ, പൊതുവെ ഈശ്വരാധീനം നിറഞ്ഞ ഒരു വാരമാണിത് നിങ്ങൾക്ക്. കുടുംബജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ടു പോകും. അന്യനാടുകളിൽ കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്താൻ ഈ സമയം അനുകൂലമാണ്. മക്കളുടെ ഭാഗത്തുനിന്നും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിടയുണ്ട്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. നിങ്ങളുടെ വരുമാനം മെച്ചപ്പെടും. ധനുരാശി. ജന്മദിനം നവംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ളവർക്ക്. ധനുരാശിക്കാരെ, ഈ ആഴ്ചയിൽ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ സാധ്യതയുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ ചില ചെറിയ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ പിന്നീട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഗുണകരമായി തീരും. ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താം. നിയമപരമായ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യത കാണുന്നു. സ്വന്തമായി ഒരു വീട് വാങ്ങാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. മകരം രാശി. ജന്മദിനം ഡിസംബർ 23 മുതൽ ജനുവരി 20 വരെയുള്ളവർക്ക്. മകരം രാശിക്കാരെ, ഈ ആഴ്ചയിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകും. അകന്നു കഴിഞ്ഞിരുന്ന പങ്കാളികൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെക്കൊണ്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങളുണ്ടാകാം. പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരാനും യോഗം കാണുന്നു. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാണിത്. വസ്തുസംബന്ധമായ ഇടപാടുകൾ ചിലപ്പോൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി
യാത്രകൾ ചെയ്യേണ്ടിവരും. കുംഭം രാശി. ജന്മദിനം ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെയുള്ളവർക്ക് കുംഭം രാശിക്കാരെ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് വളരെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകാം. എന്നാൽ സ്വന്തം ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഭൂമി വാങ്ങാൻ ഈ സമയം അനുകൂലമാണ്. എതിരാളികളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടിവരാം. ഇത് ചിലപ്പോൾ മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണമായേക്കാം. മീനം രാശി. ജന്മദിനം ഫെബ്രുവരി 20 മുതൽ മാർച്ച് 21 വരെയുള്ളവർക്ക് മീനം രാശിക്കാരെ നടക്കുമെന്ന് നിങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ അവസാന നിമിഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. നിങ്ങളുടെ വീട് പുതുക്കി പണിയാനോ കൂടുതൽ മോടി പിടിപ്പിക്കാനോ ഈ സമയം അനുകൂലമാണ്. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ഈ ആഴ്ചയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു.